ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിനിസ്കറിൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു വലിയ സംഭവവും കുറേ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളും ചേർത്തുള്ളൊരു ഐറ്റമാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ കാണാൻ എന്തായാലും അവസാനം ഒരു അടിപൊളി ലുക്ക് കിട്ടും. നമ്മുടെ ചാനലിൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. നമ്മളിന്നത് ക്യാമറി ഐസ്ക്രീമിൻ്റെ ഒരു ബോക്സ് കിട്ടിയിരുന്നേ. ബോക്സ് അല്ല, ആ കപ്പുണ്ടല്ലോ, കപ്പ് കിട്ടിയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം വലിയത് ആ സംഭവമാണ്. ഈ കപ്പിൻ്റെ നമ്മൾ മുകളിലായിട്ട് ഷേപ്പിലാണെങ്കിൽ ഒരു കമ്പി വെച്ച് ഒന്ന് വളച്ച് കൊടുക്കുന്നുണ്ട്. സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് പിന്നെ ബോൾ പൊട്ടി എടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തു. ആ കമ്പിയിലൂടെ ഒന്ന് പൈപ്പിങ് കൊടുത്ത് ഇപ്പോൾ കണ്ടോ സംഭവം പിടിയിട്ടില്ല, ഒരു തൂക്കി പിടിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, കൊട്ട പോലത്തെ സംഭവം അതുപോലെ. അതിനുശേഷം തന്നെ നമ്മളിങ്ങനെ കത്തി വെച്ച് 2 ലെയർ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കയറ്റി ഇറക്കി എന്നുള്ളൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ കൂടെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഇതിൻ്റെ ഇടയ്ക്കത്തെ ഈ മേളിൽ നിന്ന് താപ്പോട്ടുള്ള ആ ഒരിടം മാത്രം നമ്മൾ കയറ്റി ഇറക്കിയെന്നൊന്ന് കാണിക്കാൻ വേണ്ടി ഈ വോൾപുട്ടി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു പൈപ്പ് എടുത്ത് ഇങ്ങനെ കയറ്റി ഇറക്കി എന്നും പറഞ്ഞ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഫെവിക്കോളൂടെ മിക്സ് ചെയ്തിട്ടായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഇളകിപ്പോകത്തില്ലേ. അല്ല, നേരെ വോൾപുട്ടി വെള്ളത്തിലിട്ട് ആണ് കുഴയ്ക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ഇളകിപ്പോവും. അപ്പോൾ ഇത് ഫെവിക്കോളൂടെ ആയതുകൊണ്ട് അത്ര ഇതില്ല. അപ്പോൾ അതേ ഒരു ഡാർക്ക് യെല്ലോ കളർ വെച്ച് ഇത് ഫുള്ളൊന്ന് കവർ ചെയ്ത് കൊടുക്കുക, ഒരു കൊട്ടയുടെ ഒരു കളറ്. അതിനുശേഷം നമ്മളൊരു മെറൂൺ കളർ വെച്ചിട്ട് ഇങ്ങനെ ഈ ഡാർക്ക്നെസ് ഉണ്ടല്ലോ കയറ്റി ഇറക്കുമ്പം ഉള്ള ഒരു ഇടയ്ക്കത്തെ ഗ്യാപ്പിൻ്റെ അവിടെ ഒന്ന് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ അതേ ഒരു കൊട്ടയുടെ ഒരു രൂപത്തിലായി. പിന്നെ നമ്മളിനിയും എയർ ഡ്രൈ ക്ലേയും പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പിടി കിട്ടി കാണും, ഫ്രൂട്ട്സിൻ്റെ ഒരു സ്റ്റോറേജ് പോലെ വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ മുന്തിരിയുടെ നമ്മൾ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, കാരണം നമ്മൾ മുന്തിരി ഉണ്ടാക്കുന്നത് മുമ്പേ കാണിച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ ആപ്പിളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആപ്പിൾ ഇത്തരത്തിലൊന്നും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയത് സത്യം പറയാമല്ലോ, എനിക്ക് ആപ്പിളാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മളിനി ഓറഞ്ചാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഓറഞ്ച് നമ്മൾ നോർമലി ഓറഞ്ചിൻ്റെ അറ്റത്തൊക്കെയുള്ള ഒരു പൊങ്ങിയിരിക്കുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കുഴികളിടം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഇത് നാരങ്ങയാണ്. ഇപ്പം ഓറഞ്ചിനേക്കാളും വലിപ്പം കുറഞ്ഞ 2 എണ്ണം ഉണ്ടാക്കിയെടുക്കും. പിന്നെ ഇതാണ് ചോളമാണ് നമ്മൾ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും വലുത്. പരത്തി എടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് വരഞ്ഞ് കണ്ടോ കൊടുത്തിട്ട് ഇതൊന്ന് ചുരുട്ടിയെടുക്കുവേ. ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കും. അപ്പോൾ നമ്മുടെ ചോളവും സെറ്റായി. ഇത്രയേ ഉള്ളൂ ചോളത്തിൻ്റെ കാര്യം. പിന്നെ അടുത്തത് നമ്മുടെ മാതള നാരങ്ങയുണ്ടല്ലോ, ആ സംഗതിയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിന് എല്ലാത്തിനും നമ്മൾ ഇല വെക്കുന്നുണ്ട്. ഇതെല്ലാം ലാസ്റ്റിലാണ്, കാരണം ഞാൻ യെല്ലോയും ബ്ലൂവും കൂടെയുള്ള മിക്സ് ചെയ്തിട്ടാണ് ഗ്രീൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും ആ കളർ തന്നെയാണ് ഇലയ്ക്ക് കൊടുക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ബനാന, വാഴപ്പഴം. അപ്പോൾ അതിനു വേണ്ടി കുഞ്ഞ് 2 യെല്ലോ കളറിലെ ബോൾസ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്ന് ചെയ്തെടുത്തിട്ട് അറ്റത്ത് നമുക്കറിയാമല്ലോ, 2 അറ്റത്തുമായിട്ട് ഒരറ്റത്ത് തണ്ട് പോലെ ഇരിക്കുന്നിടവും ഒക്കെ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ കളറ് നമ്മൾ കണ്ടിട്ടില്ലേ പഴങ്ങൾക്കൊക്കെ, ഈ വാഴപ്പഴത്തിനൊക്കെ ആണെങ്കിൽ അറ്റത്തൊക്കെ ഒരു ബ്ലാക്ക് കളറുണ്ടല്ലോ പഴുത്ത് കഴിയുമ്പോൾ, അതും കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുവേ. അപ്പോൾ ഇതൊന്ന് വളച്ച് വെച്ചിട്ട് പഴം ഇരിക്കുന്ന ആ ഒരു രൂപത്തിൽ വളച്ച് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ബ്ലാക്ക് കളർ കൊടുത്ത് മുകളിലായിട്ടൊരു തണ്ട് കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞത്, ബ്ലൂവും യെല്ലോയും കൂടെ ചേർത്തിട്ടുള്ള കോമ്പിനേഷനിലാണ് നമ്മളിവിടെ ഗ്രീൻ കളർ ഉണ്ടാക്കിയെടുക്കുന്നത്. മിക്സിങ് ആണ്. മറ്റേ ഗ്രീൻ കളർ ലൈറ്റ് ഗ്രീനാണ് നമുക്ക് എയർ ഡ്രൈ ക്ലേയോടൊപ്പം കിട്ടുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ അതിന് ചോളത്തിന് നമ്മളിത് ഒരു പുറമേയുള്ള പച്ച കളറെല്ലാം ഇലയോട് ചേർന്നിരിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അവിടെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുന്തിരിക്കും ഒരു വള്ളിയും അതുപോലെ ഇലയും, അതിൻ്റെ മുന്തിരിയുടെ ഇലയുടെ അതായ ഷേപ്പിലുള്ള ഇലയും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ആപ്പിളിനും കൊടുത്തിട്ടുണ്ട്. ആപ്പിളിന് ചെറിയൊരു ലൈറ്റ് ഭാഗം ഉണ്ടല്ലോ പൊങ്ങിയിരിക്കുന്നിടത്ത്, അവിടേക്ക് ഒരു യെല്ലോ കളർ കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിനും ഇലയും വേണ്ടതൊക്കെ കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ആദ്യം ഉണ്ടാക്കിയ കൊട്ട പോലത്തെ സംഗതിയില്ലേ, അതിനകത്തേക്ക് നമ്മൾ ഇതെല്ലാം എടുത്ത് വെക്കുകയാണ്.
ഇങ്ങനെ അതെല്ലാം എടുത്ത് വെച്ച് നമ്മുടെ ഐറ്റം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐറ്റം ഇന്നത്തെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുതേ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടുമല്ലോ എങ്ങനെയുണ്ടെന്ന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. എനിക്കെന്തായാലും സംഗതി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കോ? അപ്പോൾ ദേ സൂപ്പർ അല്ലേ ഐറ്റം? ഒരു വലിയ ഐറ്റവും കുറേ കുട്ടി കുട്ടി ഐറ്റവും. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ എത്തുന്നിടം വരെ ടാറ്റാ.